നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗയുടെ സ്റ്റേഷൻ 19 സമാന്തരം ഒരു ഡിജിറ്റൽ ഭക്ഷണക്രമം. സാമ്പത്തിക മായാജാലത്തിനു ശേഷം ജപ്പാൻ പുരോഗമന സാങ്കേതികതയുടെ പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടായത്. ജപ്പാൻകാർക്ക് എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. അതിനായി അവർ സമയം ഉപയോഗിക്കുകയും ചെയ്യും. പഴയ ഫിലിം റോൾ ക്യാമറകളിലേക്ക്. ജപ്പാൻകാർ ഇപ്പോഴും റോൾ ക്യാമറകൾ ഉപയോഗിക്കുന്നു. ഷിൻജുക്കു ദേശീയ ഉദ്യാനത്തിലൂടെ നടക്കുമ്പോൾ സെൽഫോൺ കൊണ്ടും ഡിജിറ്റൽ ക്യാമറ കൊണ്ടും ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാമെങ്കിലും പലപ്പോഴും പഴയ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നവരെയും കാണാം. അത് പിന്നീട് സ്റ്റുഡിയോയിൽ കഴുകി ഫോട്ടോയായി കിട്ടുന്നതിൻ്റെ കാത്തിരിപ്പ് ഒരു സുന്ദര അനുഭവമാണ്. അറിയപ്പെടുന്ന ജാപ്പനീസ് ഫോട്ടോഗ്രാഫർമാർ ഇപ്പോഴും പഴയ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറിയ ഡൈഡോ മൊറിയാമ സിനിമ ക്യാമറ കൊണ്ടുള്ള അനുഭവമുണ്ടാകുവാനായി സ്ക്രീൻ പ്രിവ്യൂ അടച്ചു വയ്ക്കും. ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത് സെൽഫോണിൽ 300 ഫോട്ടോകൾ എടുക്കുന്നത് പോലെയല്ല ഒരു റോൾ ഫിലിം ഉള്ള ക്യാമറയിൽ 36 ഫോട്ടോ മാത്രം എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു മാത്രം ചിത്രങ്ങൾ തിരഞ്ഞെടുക്കും. സെൽഫോണിലാകുമ്പോൾ ആദ്യം എടുത്തത് ശരിയായില്ല എന്ന് തോന്നിയാൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഒരു 10 എണ്ണം വീണ്ടും എടുക്കും. ഒടുവിൽ ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ കൊണ്ട് ഫോൺ നിറയും. പഴയ ക്യാമറയാണ് കയ്യിലെങ്കിൽ നമ്മൾ ആദ്യം സ്ഥലം കണ്ട് ആസ്വദിക്കും. എന്നിട്ട് എന്താണ് ക്യാമറയിൽ പകർത്തേണ്ടത് എന്ന് ഒരു വട്ടം ആലോചിക്കും. ഒരു കവി ഹൈക്കു കവിത എഴുതുന്നത് പോലെ. സമാന്തര ഛായാഗ്രഹണം, കരകൗശലം ഇവ പൊതുവെ നമുക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകും. ഇത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. തിരക്കുപിടിക്കാതെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഭാവം നിങ്ങൾ എടുത്ത ഫോട്ടോയിൽ തീർച്ചയായും കാണും. എന്താണോ മനസ്സിന് സമാധാനം തന്ന് സർഗശേഷി വളർത്തുന്നത് അത് നമ്മുടെ ഇക്കിഗായ്ക്ക് നല്ലതാണ്. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടികർത്താക്കൾ. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കി സംസ്കാരം വളർത്തിയെങ്കിലും അത് നമ്മളെ ഉപകരണങ്ങൾക്ക് അടിമയാക്കി. അവയെ നമ്മൾ സ്വന്തം വികാരങ്ങളെക്കാൾ അധികം വിശ്വസിക്കുന്നു. പഠനങ്ങൾ തെളിയിക്കുന്നത് സാങ്കേതിക വിദ്യ യുവാക്കളിൽ വീഡിയോ ഗെയിംസ്, സമൂഹമാധ്യമങ്ങൾ എന്നിവയുടെ രൂപത്തിൽ പലതരത്തിലുള്ള വിഷാദരോഗങ്ങളും അലസതയും ആത്മഹത്യാ പ്രവണതയും ഉണ്ടാക്കുന്നുവെന്നാണ്. നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്നതും ഉറങ്ങുന്നതിന് മുമ്പ് അവസാനം ചെയ്യുന്നതും സെൽഫോണിൽ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കലാണ്. ഈ വാർത്ത ഇപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നില്ല. സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചവർ തന്നെ അപകടം മനസ്സിലാക്കി ഇതിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിൽ ചിലരും അത് ശീലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ നമ്മൾ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച് സന്തോഷിച്ചവരാണ്. ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ്. സ്റ്റീവ് ജോബ്സ് പോലും തൻ്റെ വീട്ടിൽ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വളരെ കാലം കാത്തുനിന്നിട്ടാണ് മക്കൾക്ക് അദ്ദേഹം ഐപാഡ് വാങ്ങിക്കൊടുത്തത്. വിയേർഡ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായ ക്രിസ് ആൻഡേഴ്സൺ ദ ന്യൂയോർക്ക് ടൈംസ് നടത്തുന്ന നിക് ബിൽഡേണോട് പറഞ്ഞത് തൻ്റെ കുട്ടികൾ ദേഷ്യപ്പെട്ടാലും വിരോധമില്ല. താൻ ഇപ്പോൾ നടത്തുന്ന ഡ്രോൺ കമ്പനിയിലെ ഉപകരണങ്ങളൊന്നും തന്നെ അവർക്ക് കൊടുക്കില്ല എന്നാണ്. എൻ്റെ മക്കൾ എന്നെയും ഭാര്യയെയും ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഞങ്ങൾ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം പരിഭ്രമിക്കുന്നു. എന്താണെങ്കിലും സാങ്കേതിക വിദ്യയുടെ അപകടങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നിൽ അത് ഉണ്ടാക്കിയ അപകടം എനിക്കറിയാം. എൻ്റെ കുട്ടികൾക്ക് അത് സംഭവിക്കരുത്. ഡിജിറ്റൽ ഭക്ഷണക്രമം. സാങ്കേതിക വിദ്യയിൽ നിന്നും മാറി നിൽക്കുക എന്നത് എളുപ്പമല്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എത്തിക്കഴിഞ്ഞു. എന്നാൽ വിഷമുക്തരാവാൻ സാധിക്കും. ഗൂഗിളിൻ്റെ വിപണന മേധാവി ഡാനിയൽ സീബർഗ് പറയുന്നു. ടെലിവിഷനിലും ഇന്റർനെറ്റിലും സ്തുത്യർഹമായ ഔദ്യോഗികമായ ജീവിതത്തിൽ ഈ വാർത്താവിനിമയ ഗുരു മാധ്യമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ജോലിയിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തെയും ബാധിക്കും. നമ്മൾ പരസ്പരം എന്താണ് കഴിച്ചതെന്നും കുടിച്ചതെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതികതയിൽ നിരന്തരം മുങ്ങിത്താഴുന്ന നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാറില്ല. ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇന്റർനെറ്റും പോഷകാഹാര പട്ടികയിൽ പെടുന്നില്ല. നമ്മൾ ദിവസവും അകത്താക്കുന്ന സാങ്കേതിക വിദ്യ എത്രയെന്നും അത് നമ്മൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നും ആരും അന്വേഷിക്കുന്നില്ല. ഇത് കാരണത്താലാണ് സീബർഗ് ഒരു ഡിജിറ്റൽ
ഡയറ്റ് എന്ന പുസ്തകം എഴുതിയത്. ഇതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ഔദ്യോഗികവും വ്യക്തിപരവും നമ്മൾ വളരെയധികം അപകടത്തിലാണ്. സാങ്കേതികത നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആരോഗ്യപരമായ ഒരു ഡിജിറ്റൽ ഭക്ഷണ രീതിക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിയെയും സമൂഹത്തെയും ബാധിക്കുന്ന സാങ്കേതികത എത്രയെന്ന് അറിയാൻ 1-2 ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാറ്റിവെച്ച് എന്താണ് സംഭവിക്കുക എന്ന് നിരീക്ഷിക്കൂ. ഒരു ദിവസം ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയുടെ അളവറിയുക. നമ്മുടെ കയ്യിൽ എത്ര ഉപകരണങ്ങളുണ്ട്, നമ്മൾ അവയെ എത്ര ഉപയോഗിക്കുന്നുണ്ട്, എത്ര ആശ്രയിക്കുന്നുണ്ട്. കുറച്ചായി ഈ ഉപയോഗം നിയന്ത്രിക്കുക. ആ സമയത്ത് നമ്മൾ സ്നേഹിക്കുന്നവരെയും ബന്ധങ്ങളെയും പകരം വയ്ക്കുക. പുതിയ സാങ്കേതിക ഭക്ഷണക്രമം ഉണ്ടാക്കുക. അളവിനേക്കാൾ ഗുണത്തിന് പ്രാധാന്യം നൽകുക. ഇതെല്ലാം ചെയ്യുന്നത് സാങ്കേതികവിദ്യയെ തീർത്തും ഒഴിവാക്കാനല്ല, മറിച്ച് അതിനെ ഒരു ശത്രുവായി കരുതാതെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക. ജീവിതത്തിൽ പുതിയ ഒരു ഭക്ഷണക്രമം കൊണ്ടുവരാൻ ധൈര്യം വേണം. അതുപോലെ തന്നെയാണിതും. എന്നാൽ നിഷ്ഠയോടെ ഇത് പാലിച്ചാൽ ഈ ആധുനിക ലോകത്തിൽ എത്ര നന്നായി ജീവിക്കാം എന്ന് ഇത് കാണിച്ചു തരും. അങ്ങനെ ഒരു ദിവസം ഈ സാങ്കേതിക വികിരണ ഭക്ഷണം അകത്താക്കുന്ന ആളുകളെ നമ്മൾ അത്ഭുതത്തോടെ നോക്കും. മനസ്സും ശരീരവും ശാന്തമാക്കാൻ സമാന്തര ശീലങ്ങൾ. സാങ്കേതികതയുടെ ഒപ്പം സമാന്തരമായ ശീലങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സിന് ചിന്തിക്കാനും ആസ്വദിക്കാനും സമയം കിട്ടും. വേഗത കുറഞ്ഞ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കും. മണിയടിക്കുമ്പോഴെല്ലാം സെൽഫോൺ എടുത്ത് സന്ദേശങ്ങൾ നോക്കുന്ന പ്രവണതയ്ക്ക് ഒരു വിരാമമുണ്ടാകും. നിങ്ങളുടെ ദിനചര്യയിൽ ചേർക്കാവുന്ന ചില സമാന്തര ശീലങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് മാത്രം വായിക്കുന്ന ശീലമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ അച്ചടിച്ച ഒരു നോവൽ വാങ്ങുക. സെൽഫോണിൽ കുറിപ്പുകൾ സൂക്ഷിക്കുന്നതിനു പകരം നിങ്ങളുടെ പോക്കറ്റിൽ കൊള്ളുന്ന ഒരു നോട്ട് പുസ്തകം വാങ്ങുക. എവിടെ പോകുമ്പോഴും അത് പോക്കറ്റിലിടുക. ഒരു ഫിലിം റോൾ ക്യാമറയുമായി അടുത്ത യാത്ര പോവുക. ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും മനസ്സ് ശാന്തമാക്കി മുമ്പിലുള്ള ചിത്രം ആസ്വദിച്ച് ഫോട്ടോ എടുക്കുക. റോൾ കഴുകിയെടുത്തതിന് ശേഷം യാത്രയിൽ കൂടെ വരുന്നവരോടൊപ്പം ഒരു കാപ്പി കുടിച്ച് ഒരുമിച്ച് ഈ ഫോട്ടോകൾ നോക്കുക. നിങ്ങൾ ലേഖനങ്ങളോ മറ്റ് സാഹിത്യമോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന വ്യക്തിയാണോ? അടുത്ത തവണ പ്രിന്റ് എടുത്ത് ഒരു പേന കൊണ്ട് തെറ്റുകൾ തിരുത്തുക. സ്ക്രീനിൽ കാണാത്ത തെറ്റുകൾ നിങ്ങൾ പേപ്പറിൽ കണ്ടെത്തിയെന്ന് വരാം. പുതിയ ആശയങ്ങളും തോന്നാം. കമ്പ്യൂട്ടറിൽ ഇത് സംഭവിക്കാത്തത് നിങ്ങൾ ഒരേ സമയം ഇമെയിലിൽ അയക്കുന്ന തിരക്കിലും മറ്റുമാവുന്നതുകൊണ്ടാണ്. ഒരു ഗ്രാമഫോൺ വാങ്ങുക. ഓരോ റെക്കോർഡ് എടുത്ത് സൂക്ഷിച്ചു വെച്ച് പാട്ട് കേൾക്കാൻ ഒരുങ്ങുമ്പോൾ പാട്ടുകാരനും പാട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അത് ഓർമ്മയിൽ നിൽക്കും. മാത്രമല്ല, പൊമഡോറോ തന്ത്രങ്ങൾ പോലെ ഓരോ 5-6 പാട്ടുകൾക്കു ശേഷം റെക്കോർഡ് മാറ്റേണ്ടി വരും. താങ്ക് യു.